بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. صدق الله العظيم. ബനൂ ഇസ്രായേലിയരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച അങ്ങേയറ്റത്തൊരു കനിവാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അത് അള്ളാഹു നമ്മോട് പറയാൻ കാരണം അള്ളാഹു അങ്ങനെയുള്ളൊരു കനിവുള്ളവനും കാരുണ്യമുള്ളവനും ദയവുള്ളവനും മാപ്പുള്ളവനുമാണ് എന്ന് നമ്മെ അറിയിക്കാനും നമുക്കും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ചെയ്യും എന്ന് പറയാതെ പറയുകയുമാണ്. സുമ്മ, പിന്നെ. ഈ സുമ്മ എന്നുള്ളത് പല മാനയ്ക്ക് വരും. ഇതിന് നേരമുള്ളൊരു സുമ്മുണ്ട്, ആ സുമ്മന്റെ മാനല്ല ഈ സുമ്മ. ഇതാണ് ഖുർആന് ഡയറക്റ്റ് അർത്ഥം വെച്ചാൽ ഒന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നേരെ മുമ്പുള്ള ആയത്തിലൊരു സുമ്മുണ്ട്. ഏതാണത്? വൈദ് വഅദന മൂസ 40 ലൈലത്തൻ സുമ്മ തഖൗതുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ ആയിരുന്നു നമ്മൾ ഇന്നലെ മിഞ്ഞാനും പറഞ്ഞേ. അവിടെ ഒരു സുമ്മുണ്ട്, ആ സുമ്മന്റെ അർത്ഥമല്ല ഈ സുമ്മക്ക്. അപ്പൊ ഡിക്ഷണറി നോക്കിയിട്ടും പരിഭാഷ നോക്കിയിട്ടും ഖുർആൻ അർത്ഥം വെച്ചാൽ കുടുങ്ങും, ഒരു അംശമില്ല, കുടുങ്ങും. അത് അറബ് ഭാഷയുടെ ഒരു അത്ഭുതമാണ്. അത് അതിൻ്റെ ആളുകൾ എടുത്ത് പഠിച്ചാലേ മനസ്സിലാവും. ഖുർആനിൽ കൽപ്പനവാക്യങ്ങളുണ്ട്, 20 മാനക്ക് കൽപ്പനവാക്യങ്ങളുണ്ട്. ഒക്കെ കൽപ്പനയാണ്. ചിലത് ഉജൂബാണ്, ചിലത് സുന്നത്താണ്. അങ്ങനെ 20 മാനക്ക് കൽപ്പനവാക്യങ്ങളുണ്ട്. അതാണ് ഖുർആൻ ശരിക്കും നമ്മൾ പുസ്തകം നോക്കിയിട്ടോ ഡിക്ഷണറി നോക്കിയിട്ടോ അർത്ഥം വെച്ചാൽ അബദ്ധങ്ങളിൽ വീഴും എന്ന് പറയാൻ കാരണം ജബ്ബാർ മാഷ് അടക്കമുള്ള ആളുകൾക്ക് പറ്റിയത് പഠിക്കേണ്ടവരിൽ നിന്ന് പഠിച്ചില്ല എന്നത് തന്നെയാണ്. പഠിക്കാത്തോണ്ടോ വായിക്കാത്തോണ്ടോ അല്ല, നന്നായി വായിക്കും, നന്നായിട്ട് പഠിക്കും, പക്ഷേ ലഫ്ല അർത്ഥം വെച്ച് കുടുങ്ങിയതാണ്. അപ്പൊ നമ്മൾ 2 ആയത്ത് അടുത്തടുത്തല്ലേ? ഈ 2 ആയത്തും അടുത്തടുത്താണ്. ഇതിന് നേരെ മുമ്പുള്ള ആയത്തിൽ സുമ്മ, ആ സുമ്മന്റെ അർത്ഥമല്ല ഈ സുമ്മക്കുള്ളത്. ഈ സുമ്മന്റെ അർത്ഥം ഒന്ന് വേറെയാണ്. ആ സുമ്മന്റെ അർത്ഥം എന്താണ്? ഈ സുമ്മ പല മാനക്ക് വരും. അറബ് ഭാഷയിലെ നഹ്വില് പിന്നേന്ന് കുറിക്കാൻ വരുന്ന 3 അന്നാണ്. ഒന്ന് വാവ്, ഒന്ന് ഫ, ഒന്ന് സുമ്മ. ഈ വാവ് ഇട്ട് പറഞ്ഞാൽ എപ്പോഴാണ് ആദ്യം സംഭവിച്ചത്, ഏതാണ് പിന്നെ സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല. ഏതോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനാ. ഉദാഹരണം, ജാനി സയ്യിദുൻ വ അംറുൻ, എന്റെ അരികിൽ സയ്യിദും വന്നു അംറും വന്നു. ഇവിടെ ആരും ആദ്യം വരാം. ഒരിക്കലൊരു സ്ഥലത്ത് ഒരു ഉസ്താദിന്റെ പ്രസംഗം ഞാൻ കേൾക്കുകയാണ്. അന്ന് ഞാൻ നെഹ്വു അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം. മുത്തല്ലിമാണ്, ഇയാളൊരു ബാക്കവിയാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ആദ്യം തിന്നണം പിന്നെയാണ് കുടിക്കുക, അത് ഖുർആനിലുണ്ട്. ആദ്യം തിന്നുകയാണ് വേണ്ടത്, പിന്നെയാണ്. കുണ്ടോട്ടിയിൽ വെച്ചിട്ടാണ്. ഞാൻ അവിടെ ഇമാമാണ്, ഞാൻ മുത്തല്ലിമ, എനിക്ക് 19 വയസ്സും. അപ്പൊ ഞാൻ ഇങ്ങനെ കൗതുകത്തിൽ കേട്ടിരിക്കുക. അപ്പൊ അയാളെ തെളിവ് പറഞ്ഞതാണ്, കുലു വശ്റബു, നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക. അതിന്റെ മനസ്സിലായി വല്ലാത്തൊരു പ്രശ്നമായി. കാരണം അവിടെ വാവിട്ടിട്ടല്ല പറഞ്ഞത്. അതിപ്പോ ഏതും ആദ്യം ആണ്ടുകൊണ്ടൊക്കെ ആവാ. അതിന് ഇയാളിപ്പോ ആദ്യം തിന്നൽ നിർബന്ധമാണെന്ന് വേറെ വിഷയം കൊണ്ട് തെളിയിക്കാം, പക്ഷെ ഈ ആയത്തുമെന്ന് എങ്ങനെ തെളിയിക്കാം? ഞാനത് കഴിഞ്ഞപ്പോഴോട് ചോദിച്ചു, ഉസ്താദ് അവിടെ വാവല്ലേ, വാവിട്ട് പറഞ്ഞാൽ ആദ്യം തിന്നുന്ന അർത്ഥം കിട്ടൂലല്ലോ, അതാണ്ടുകൊണ്ടൊക്കെ മാറല്ലോ. നെഹ്വില് അലിഫിന്റെ വെയ്ത്തോലി കൊടുത്ത് ഞാൻ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാ ശരി തന്നെയാണ്. അങ്ങനെ ചിന്തിച്ചാ ശരിയാണ്. അങ്ങനെ ചിന്തിച്ചാ ശരിയാണ്. വാവിന് അങ്ങനെ പ്രശ്നമുണ്ട്. അത് ഏതാണ് ആദ്യം എന്ന് പറയാൻ പറ്റൂല. ജാനി സയ്യിദുൻ വ അംറുൻ, എന്റെ അടുക്ക് സെയ്തു ഒന്നോ അമ്രോ ഒന്നോ, ഇത് എന്തും ആണ്ടും കൊണ്ടും ആദ്യം ആവാം. നേരെ മറിച്ച് ജാനി സെയ്തുൻ ഫ അമ്രു എന്ന് പറഞ്ഞാലോ, സെയ്ത് വന്ന് വൈകാതെ അമ്രു വരണം, ഉടനെ വന്നു എന്നുള്ള അർത്ഥം. തഖീബ്, ഉടനെ വന്നു. എന്നാ ജാനി സെയ്തുൻ സുമ്മ അമ്രു, അത് പറയാനതൊക്കെ പറഞ്ഞു. ജാനി സെയ്തുൻ സുമ്മ അമ്രു. എന്റെ അടുക്കൽ ഇത് സോറി ട്ടാ, ഭാഷ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടി സാമ്പിളിൽ പറഞ്ഞു കൊടുക്കണേ. എന്നും ഇങ്ങനെ ഭാഷ പറയില്ല, ക്ഷമിക്കണേ. ജാനി സെയ്തുന് സുമ്മ അമ്രു, എന്റെ സെയ്ത് വന്നു സുമ്മ അമ്രു എന്ന് പറഞ്ഞാൽ അമ്ര സെയ്ത് വന്നതിന് ശേഷമേ വരാൻ പാടുള്ളൂ, ഉടനെ വരാനും പാടില്ല. ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വരാൻ പാടുള്ളൂ. അതാണ് തുമ്മന്റെ പ്രത്യേകത. ആ തുമ്മയാണ് ഇതിന് നേരെ മുമ്പുള്ള ആയത്തിലെ തുമ്മ.
വഇദ് വഅദനാ മൂസ 40 ലൈലത്തൻ സുമ്മ തഖൽതുമുൽ ഇജ്ല. ആ അർത്ഥാണ് ഈ തുമ്മക്ക്. എന്നാ ഇവിടെ ഒരു തുമ്മുണ്ട്, ഈ അർത്ഥങ്ങളൊന്നുമില്ല. നോക്കൂ, സുമ്മ അഫൗന, പിന്നെ ഞങ്ങൾക്ക് മാപ്പൊന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തൊരുപാട് കഴിഞ്ഞതിന് ശേഷം മാപ്പൊന്നല്ല. ഇതിന് ദിക്രിയായ സുമ്മ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തതിന് പുറമെ പിന്നെയും മാപ്പൊന്നില്ലേന്ന്, ആ തുമ്മയാണ്. മനസ്സിലായില്ലേ? നമ്മൾ പഴയ കാലത്ത് അബുദാബിയിലും, എനിക്കറിയില്ല, പഴയ കാലത്ത് ഗൾഫിൽ പോയ ആളുകള് അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കത്തയക്കും അല്ലെ? പഴയ കാലത്ത് കത്തുകളല്ലായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഭാര്യമാരെഴുതും, എനിക്ക് സുഖാണ്, മോളൂട്ടിക്കും സുഖാണ്, പിന്നെ അമ്മായിക്കും സുഖാണ്. ആ പിന്നെ വേനെന്താ, ഞങ്ങൾക്കൊക്കെ സുഖമായി കുറെ കാലം കഴിഞ്ഞിട്ട്. നിങ്ങളെന്താ പറയാത്ത? എനിക്കും മോളൂട്ടിക്കും സുഖാണ്, അത് രണ്ടും കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ അമ്മായിക്കും സുഖാണ് എന്നാണോ? അല്ല, അതിനാണ് ദിക്രിയായ സുമ്മ എന്ന് പറയാം. അതിന് ഈ സമയത്തിന്റെ ക്രമീകരണം മാനല്ല. മനസ്സിലായില്ലേ? അത് ഖുർആനിലുണ്ട്. സുമ്മ ഫൗന, ഇതൊക്കെ ചെയ്ത് അതും പുറത്തുനിന്ന് ഇതും പുറത്തുനിന്ന് പിന്നെ ഇതും പുറത്തുനിന്നില്ലേ എന്നാണ്. സുമ്മ ഫൗന, പിന്നെ നിങ്ങൾക്കത് ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു പരിഭാഷ കാണിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു ഇന്ന് ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു പരിഭാഷ ഉണ്ടാവില്ല, ഉണ്ടാവില്ല. എന്തെങ്കിലും ആ പരിഭാഷ കൊണ്ടുവരി, ഉണ്ടെങ്കിൽ ആ പരിഭാഷ കൊണ്ടുവരി. ദുനിയാവിൽ ഇപ്പൊ നമ്മളെ പള്ളിയിലും പരിഭാഷ ഉണ്ട്, ഒരു പരിഭാഷയിലുണ്ടാവില്ല. അതിന് പരിഭാഷയിൽ ഖുർആൻ ഒതുങ്ങൂല. പരിഭാഷ എഴുതിയ ആൾക്കാർ ചെറുപ്പമല്ല, ഖുർആന്റെ വലുപ്പാണ്, ഒതുങ്ങി കിട്ടൂല. അതാണ് അത് സദസ്സെന്ന് പഠിച്ചാലുള്ള ലൈറ്റ്, ആ നൂറ് ഒരു പരിഭാഷ ഒന്നും കിട്ടൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഈ സുമ്മ മാത്രം എനിക്ക് ദുഹർ വരെ പറയാൻ കഴിയും. ഞാൻ വലിയ ആലിമല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമാണ്. എന്റെ കയ്യിലുള്ള വെച്ചിട്ട് സുമ്മ എന്നുള്ള ആ ഒറ്റ വാക്ക് എനിക്ക് ദുഹർ വരെ പറയാൻ കഴിയും. ആയത്തുകൾ ഹദീസ് വിട്ടിട്ട്. അതാണ് ഖുർആന്റെ അത്ഭുതം. അങ്ങനെ പഠിച്ചാലേ ഖുർആന്റെ 100 കയറുള്ളൂ. അല്ലെങ്കിൽ ഒരു വികാരത്തോടിപ്പുണ്ടാവും, അത് കുമിളയായിട്ട് പോകും. അതാണ് സുമ്മ ഫൗന. എന്താണ് അതിന്റെ സൗന്ദര്യം എന്ന് പറയാം. അള്ളേലോ പോയി പറയണേ, പിന്നെ ഞങ്ങൾക്ക് മാപ്പൊന്നില്ല എങ്ങനെ വരെ? അതല്ലേ എന്തൊക്കെ കുലുമാലങ്ങൾ ഉണ്ടാക്കിയത്, പിന്നെയും മാപ്പൊന്നില്ല. പിന്നെ മിമ്പ അതിനും പുറമെ എന്താണ് ആ വാക്കിലൊക്കെ ഉച്ച വീഴുന്ന കാരുണ്യം എന്ന് പറയുന്നത്. സുമ്മ ഫൗന മിമ്പ അതും മാപ്പൊന്നു, ഇതും മാപ്പൊന്നു. കടലിൽ കൂടി കൊടുന്നു, എന്നിട്ട് കുതിരളിച്ചു, അതും മാപ്പൊന്നു. ഫിർഔനെ മുക്കിക്കൊന്നു, എന്നിട്ട് മൂസാ നബിനെ തട്ടിക്കറി, അതും മാപ്പൊന്നു. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയപ്പോഴേക്ക് മൂരിക്കുട്ടനെ ദൈവാക്കി, അതും മാപ്പൊന്നു. ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാൻ വേണ്ടിയല്ലടോ അതൊക്കെ ഞാൻ ചെയ്യണമെന്ന്. വല്ലാത്തൊരു ചോദ്യമാണത്. ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ ശുക്റുള്ളവരാൻ വേണ്ടിയിട്ടാണ് ഈ പണി ഞാനൊക്കെ എടുക്കുന്നത്, അല്ലാതെ നിങ്ങൾ പേടിച്ചിട്ടല്ല. ഇത് നമ്മളോട് അള്ള എന്തിനാ പറയുന്നത്? നമ്മളും ശുക്റുള്ള ആളുകളാവാനാ, വേറെ ഒന്നിനുമല്ല. പക്ഷെ ശുക്റും നമ്മളും തമ്മിൽ വളരെ അകന്നിട്ടപ്പോഴത്. ഞാൻ ഇപ്പൊ ആളുകളോട് സുഖമില്ലേ എന്ന് ചോദിക്കൽ കുറവാണ്. പരസ്പരം കാണുമ്പോൾ പെരുന്നാക്ക് പോലെ ഞാൻ ആരോടും അങ്ങനെ ചോദിച്ചില്ല. സുഖമില്ലേ എന്ന് ചോദിക്കപ്പോ പേടിയാണ്. ഞാൻ ഈ പെരുന്നാക്ക് ഒരു പ്രധാനപ്പെട്ട രാജ്യരോട് ഇവിടെ നിന്നല്ലട്ടാ, നിങ്ങൾ ആരോട് നോക്കണ്ട, ഇവിടെ അല്ല, പുറത്തിറങ്ങിയിട്ട് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് എന്തൊക്കെ സുഖമല്ലേ എന്ന് വെച്ചു. ആ തട്ടിമുട്ടി ഇങ്ങനെ പോണ്. പെരുന്നാക്കപ്പ ഈ പറഞ്ഞു, വലിയ മുതലാളിയാണ്, തട്ടിമുട്ടി പോണ്. അത് വേറെ ഉസ്താമാരോട് പറയാം, കാരണം സുഖാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പം പൈസ വയ്ക്കും. പക്ഷെ എന്നെ കുറിച്ച് മുമ്പർക്കറിയാം, 1 റുപ്യ ഞാൻ ചോദിക്കൂല എന്നറിയാം. എന്നെ കുറിച്ച് എന്റെ കുടുംബത്തിനൊരു വിലയിരുത്തൽ ഉണ്ടാവില്ല. ഒരു പൈസ ആരോടും ചോദിക്കൂല. നിന്റെ കുടുംബത്തിൽ എല്ലാവർക്കും എന്നെ കുറിച്ച് അറിയാം. വ്യക്തിപരമായ കാര്യത്തിൽ ഒരു പൈസ ചോദിക്കൂല എന്നറിയാം. അങ്ങനത്തെ എന്നോട് ഇപ്പൊ അയാള് തട്ടിമുട്ടി പോണെന്ന് പറയുകയാണെങ്കിൽ, മനുഷ്യനെ കണ്ട പൈസ വയ്ക്കണ ആൾക്കാരോട് എന്താ അയാൾ പറയാം? ഞാനിങ്ങനെ എന്തിച്ചു പഠിച്ചാലും തട്ടിമുട്ടി പോവേ, എന്താ പറയണത്? അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ ആളുകളുടെ ഇടയിൽ അവരെ തമ്മിലാണ്ടൊന്ന് സംസാരിക്കുന്നത് കേൾക്കാം. ഞാൻ ചോദിക്കണ്ട. അപ്പണ്ട് വേറെ 2 ആൾക്കാർ ഓട്ടുന്നു, അസ്സലാമു അലൈക്കും, ഇതൊക്കെ സുഖല്ലേ? എന്നോട് സുഖല്ലേ എന്ന് ചോദിക്കണ അനക്കൊക്കെ അന്തക്കടല്ലേ? വേറെ 2 ആൾക്കാർ. അപ്പൊ ഇയാളോട് സുഖല്ലേ എന്ന് ചോദിക്കാൻ പാടില്ല. ഞാൻ അത്രയും കുഴപ്പത്തിലാണ് അവരൊക്കെ എടുക്കണത്. എന്നിട്ട് ഇയാൾ പറയാ, എന്നോടൊക്കെ സുഖല്ലേ എന്ന് ചോദിക്കണ അനക്ക് എന്ത് സുഖമുള്ളത്? തലക്ക് വലിയ സുഖം വേണ്ടത്. അപ്പൊ ആ ചോദിച്ചാൽ ഇങ്ങനെ, എന്തേ ആചാര്യ, കൊറോണന്റെ ശേഷം തുടങ്ങിയതല്ലേ, പിന്നെ എനിക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടായിക്കണോ? ആ പറയണ സമയത്ത് ചെങ്ങായിക്ക് 2 വണ്ടിയുണ്ട്, 2 ഭാര്യമാരുണ്ട്.
14 കുട്ടികളുണ്ട്. ഇപ്പം പറയാ കൊറോണന് ശേഷം തുടങ്ങിയല്ലോ, പിന്നെ എന്താ എന്റെ സുഖം. ഈ മലയാളികളൊരവസ്ഥ. പിന്നെ വേറെ 2 ആൾക്കാര് ഇതൊക്കെ സുഖല്ലേ, 2 കൊല്ലായി ഊരവേദന തുടങ്ങിയിട്ട്. കണ്ടോ, വേദനമൊക്കെ പോണത്, വേദന ഇല്ലാത്ത തലമക്ക് പോണില്ല. 2 കൊല്ലായിട്ടുള്ള ഊരക്ക് വേദന തുടങ്ങിയിട്ട്. അതിൻ്റെ മുമ്പൊന്നും വേദന ഇല്ലേനു, അക്കാലത്തേക്ക് പോണില്ല. ഈ ജീവിതം ശരിക്കും ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാവും. ലാലക്കും തഷ്കുറും. ഞാൻ ഒരിക്കലും മദീനയിൽ ഒരു വലിയ പണ്ഡിതന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സിറിയക്കാരനാണ്, 40 വർഷമായിട്ട് മദീനയിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിനോട് വന്നിട്ട് ഒരാൾ സലാം പറഞ്ഞു, അന്നെ ഫക്കീറുന്ന, എന്നൊരു ഫക്കീറാണ്. അങ്ങോട്ട് ചൂടായി. ഫക്കീറ, എനിക്ക് ഹിദായത്ത് എന്നുള്ള സ്വത്ത് അല്ലാന്നീലേ, അത് അമേരിക്കൻ പ്രസിഡന്റിനുണ്ടോ? ജല്ലേ വലിയ മലയാളി. എന്നെ വല്ലാതെ തലകറക്കി അദ്ദേഹത്തിന് മറുപടി. ഹിദായത്ത് എന്ന സമ്പത്ത് നിനക്ക് അല്ല തന്നീലേ, അത് അമേരിക്കൻ പ്രസിഡന്റിന് അല്ല കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ടോ? അമേരിക്ക ഭരിച്ച ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ടോ? നിനക്ക് അള്ളാഹു ഹിദായത്ത് എന്ന സമ്മാനം സമ്പത്ത് തന്നീലേ, മേലാൽ നീ ഫക്കീർ എന്ന് പറയരുത്. ആള് പിന്നെ പോണ ഒരാശ്വാസം കൊണ്ടിട്ടില്ല. ഈ പറഞ്ഞ ആള് ഒരറബിയാണ്. ഞാൻ ഫക്കീറാന്ന് പറഞ്ഞ ഒരറബിയാണ്. തട്ടിയാണ് കയറി മുഖം കണ്ട് ചോന്നു. ഈ ഫക്കീറാ, ഞമ്മക്കല്ലേ ഏറ്റവും വലിയ സമ്പത്ത് കിട്ടിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതല്ലേ സ്വർഗം വാങ്ങാനുള്ള പൈസ. വേറെ ഉള്ളതുകൊണ്ട് സ്വർഗം വാങ്ങാൻ പറ്റുമോ? ഇന്നോവ വിറ്റിട്ട് സ്വർഗം വാങ്ങാൻ പറ്റുമോ? വീട് വിറ്റിട്ട് സ്വർഗം വാങ്ങാൻ പറ്റുമോ? കട വിറ്റിട്ട് സ്വർഗം വാങ്ങാൻ പറ്റുമോ? സ്വർഗം വാങ്ങാനുള്ള പൈസ അതല്ല. ഇത് അല്ല നമ്മളെ കൈ തന്നില്ലേ, ഇതിന് ശുക്ർ ചെയ്താൽ മതിയാവോ? തീരുവോ? യാ റബ്ബ്. അതുകൊണ്ട് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഒന്നുകിൽ സുഖമില്ല എന്ന് ചോദിക്കരുത്. ഞാൻ ഇപ്പൊ ചോദ്യം വളരെ നിർത്തിക്കണം. അപ്പൊ നിങ്ങളോടൊക്കെ എങ്ങനെ സുഖമില്ല എന്ന് ചിലപ്പം ചോദിക്കുന്നല്ല, അത് പുറത്തിറങ്ങിയിട്ട് സുഖമില്ല എന്ന് ചോദിക്കൽ ഇപ്പൊ നിർത്തിക്കണം. ചോദിക്കല്ലേ അപ്പൊ. കാരണം സുഖമില്ല എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ക്ലാസ് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും എത്ര കഷ്ടപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് ഇതാണ് പറഞ്ഞത്. പിന്നെ നല്ല ദ്വാരക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ദ്വായിൽ പെടുത്തണം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ആദ്യം തിടുക്കം പറയരുത്. നമ്മൾ ദ്വാരക്കുന്ന പോലെ ആയിരിക്കണം ജീവിതം. നമ്മൾ ദ്വാരക്കൽ എങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങിയിട്ടല്ലേ ദ്വാ. അങ്ങനെ തന്നെയാണ് വർത്താനം തുടങ്ങേണ്ടത്. അള്ളാഹ് നമ്മിൽ ആരെങ്കിലും കുറെ ഇടങ്ങറ ആരെങ്കിലും പറയോ? ഇല്ല. ആദ്യം അൽഹംദു, പിന്നെ നമ്മളെ നിയമത്തൊക്കെ പറയും ലാസ്റ്റാണ് ഇടങ്ങറ് പറയാ. ആദ്യം ഇടങ്ങറ് പറയാൻ പാടില്ല എന്നാ ദ്വായില്. ആദ്യം അൽഹംദുലില്ലാഹ് കൊണ്ടാ ദ്വാ അടങ്ങണ്ട്, പിന്നെ സ്വലാത്താ. ഇതന്നെ ആയിരിക്കണം ഈ ദ്വാ. നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നിസ്കാരം ഒരു സംസ്കാരമാണ്, ജീവിതമാണ് ആ പറയുന്നത്, കേവലമായ അമല. അതന്നെ ദ്വായും, അതന്നെയാണ് പകലും, അതന്നെയാണ് രാത്രിയും. അങ്ങനെ തന്നെ മരണം വേണ്ടത്. അതിനാണ് മൊത്തത്തിലാണ് ശുക്ർ എന്ന വാക്ക്. ശുക്ർ എന്നുള്ള നാവോട്ട് ഇങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന് മാത്രം പേരില്ല. അതിൽ ലിസാനിയ ശുക്ര, കൽബിയ ശുക്ർ ഉണ്ട്, ജവാരി കൊണ്ട് ശുക്ർ ഉണ്ട്. ശുക്ർ 3 ഐറ്റം ഉണ്ട് എന്ന് മഹാന്മാര് പറഞ്ഞിട്ട്. ഇത് 3ഉം കൂടിയാലേ ലഅല്ലക്കും തശ്കുറൂനാവുള്ളൂ. മറ്റേ കളിയാക്കണോ? ലഅല്ലക്കും തശ്കുറൂൻ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് ദുഹാന്റെ സമയത്ത് വന്ന് സുന്നത്ത് നോമ്പുള്ള ദിവസം ചോദിക്കാണ്, ആയിഷ ഹൽ ഇൻദകി ശൈഉൻ യാ ആയിഷ, ഹൽ ഇൻദകി ശൈഉൻ യാ ആയിഷ, എന്റെ അടുത്ത് വല്ലതുണ്ടോ? ഇമാം ബുഖാരി ഉദ്ധരിക്കാം. ആയിഷ പറഞ്ഞ പരിയിലൊന്നുമില്ല എന്ന്. ദുആന്റെ സമയത്ത് വല്ലതുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം അതിന്റെ ശറയിൽ കാണാം തലേന്ന് പട്ടിണി കിടന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ ഇന്നലെ മാരി മുതൽ ഇപ്പൊ നീക്കണ വരെ പട്ടിണി കിടന്നാൽ എനിക്ക് രാവിലെ പള്ളിയിൽ നിന്നൊരു കാളിച്ചുണ്ട്. ഇതാണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒന്ന് പള്ളിലേക്ക് എത്തേണ്ടി വരും. ഇനിയിപ്പോ 2 മണിക്കൂറും കഴിഞ്ഞിട്ട് എനിക്ക് നാത്ത കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ ഇങ്ങോട്ടൊക്കെ ചിരിക്കണ്ട, ഞങ്ങളുടെ അതിനേക്കാളും കൊപ്പറയെടുക്കാം. മനസ്സിലായില്ലേ? സ്വഭാവമാണ് മാറും. അതുകൊണ്ട് തലേന്ന് പട്ടിണി കിടന്നിട്ട് കാളിച്ച വന്നിട്ട് ആയിഷ ഉമ്മനോടൊന്ന് ചോദിക്കാണ്, അടുക്കളയ്ക്ക് നോക്കിയിട്ട് വല്ലതുണ്ടോന്ന് വെച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മള് പെണ്ണുങ്ങളോട് എന്താ പറയാ? ആ തൊലിച്ച് എന്റെ നാവ് ഇന്നലെ എവിടെയെങ്കിലും എനിക്ക് പറഞ്ഞാൽ പറയാനില്ലേ, ഞാൻ കൊടുന്നു തരൂലേ അല്ലേ? ഒരു കൊല്ലത്തെ ഈ ഭാഗത്തോ അപ്പോ ഐസാവിനോട് പറഞ്ഞതല്ല, ഫാന സ്വായം എന്നാ പിന്നെ ഞാൻ നോമ്പോക്കാണ്. എന്താണ് എന്തിനാ ഈ നോമ്പോക്കണ്? തിന്നാലേറ്റ് ഒരു നിയത്താണ് വെച്ചു കൊടുത്താൽ അത് സൗമായി മാറും.
ഇതാണ് മഹാന്മാർക്ക് തെളിവ്. സുന്നത്ത് നോമ്പിനെ ഉച്ചക്കുമ്പ് നിയത്തിച്ചാൽ മതി, രാത്രി വേണമെന്നില്ല. അതിന് ഈ ഹദീത്താ തെളിവ്. സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചക്കുമ്പ് നിയത്തിച്ചാൽ മതി. ഫർള് നോമ്പിന് രാത്രി ഒരു മസലയും കിടക്കട്ടെ, രാത്രി നിയത്ത് വെക്കണം. പക്ഷെ ഫർള് നോമ്പിന്റെ ഉള്ളിൽ, സുന്നത്ത് നോമ്പിന്റെ ഉള്ളിൽ ഫർളും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ മസല മാറും, രാത്രി തന്നെ നിയത്ത് വെക്കണം. വെറും സുന്നത്ത് നോമ്പാണെങ്കിൽ ഓനിപ്പോ സുബിയാൻ കൊടുത്താൽ പ്രശ്നമില്ല, ളുഹുർ നോമ്പ് നിയത്തിച്ചാൽ മതി. അത് പറഞ്ഞ എല്ലാ അയിമ്മത്തിനും തെളിവ് ഈ ഹദീത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മനോട് വന്ന് ചോദിച്ചത് ളുഹാന്റെ സമയത്താണ്. അവിടെ ഒന്നും തിന്നാനില്ല എന്നപ്പോ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളതിൽ മനസ്സിലാക്കാനുള്ള എന്താ അറിയോ, ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും ശുക്രന്റെ ഹാലിലാണ് മുഹമ്മദ് മുസ്തഫ. നോമ്പ് ശുക്രല്ലേ, എന്നാ ഞാൻ നോമ്പ് വെക്കാം. അന്നും പട്ടിണിയാണ്, തുടർച്ചയായിട്ട് ആ 3 ദിവസം പട്ടിണിയാണ്. മൂന്നാമത്തെ രാത്രി ആയിഷമ്മനോട് പറഞ്ഞു, ആയിഷ ഞാൻ ഒന്ന് പുറത്തിറങ്ങി വരാം, ആ മനസ്സ് നോക്കാൻ നിങ്ങൾ, ഞാനൊന്ന് ഇങ്ങനെ പുറത്തിറങ്ങി വരാം. എന്തേന്ന് വെച്ച്, ഒന്നുമല്ല, എന്താ ഈ നേരത്തെ നിങ്ങൾ പാതിരാത്രി പുറത്തിറങ്ങണ്? എന്റെ വയറ് കണ്ടില്ല ആയിഷ, ഉറക്കം കിട്ടണില്ല, പട്ടിണിന്റെ കടുപ്പം കൊണ്ട് ഉറക്കം കിട്ടണില്ല മുഹമ്മദ് മുസ്തഫ. പട്ടിണിന്റെ കടുപ്പം കൊണ്ട് കിടക്കപ്പായിൽ ഉറക്കം കിട്ടാതെ പുറത്തിറങ്ങാൻ ഭാര്യയോട് സമ്മതം തേടുന്ന ലോക നേതാവിന്റെ പേരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആയിഷാബി സമ്മതം കൊടുത്തു. പാതിരാവിന്റെ ഉള്ളറയിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പുറത്തിറങ്ങിയിട്ട് അള്ളാന്റെ റസൂൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പണ്ട് ദൂരേന്നൊരു നേലാണ്. വേഗം പോയി നോക്കി, നോക്കുമ്പോ അബൂബക്കറിനെ ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കുക, എന്താ ഈ രാത്രി അങ്ങനെ മാറി കളിക്കാണ്, പറയാൻ മടി. നമ്മള് മൂല്യാര സാഹസ പങ്കെടുത്തിട്ട് ദുന്യാവ് കിട്ടിയില്ലെങ്കിൽ നമ്മള് പറയും അവിടെ ഒന്നും പോയിട്ട് കാര്യമില്ല, കാരണം കച്ചവടം പൊടിച്ചു കയറുന്നില്ല അല്ലേ, അവിടെ ഒന്നും പോയിട്ട് കാര്യമില്ലെങ്കിൽ ഞാൻ കുറെ കടത്തി കുടുങ്ങിയാണ്, മൂപ്പര് ദ്വാരുന്നിട്ടും കടം വീടുന്നില്ല. ഇത് ശ്രദ്ധിക്കുന്നവർ ചിന്തിച്ച് എങ്ങനെ ഉണ്ടാവും? ഞാന് ജീവൻ മരണ പോരാട്ടം നടത്തി ഗുഹയിൽ വരെ ഒപ്പം നിന്ന ആളാ. എന്നിട്ട് മക്കത്ത് പൈസ മുഴുവനും ഇട്ടെറിഞ്ഞു വന്നിട്ട് ഇവിടെ തിന്നാൻ കിട്ടണില്ല, വലിയ ബർക്കത്തുള്ള ആളാണല്ലോ. ചിന്തിക്കണ്ടേ? നേതാവിനോട് പറയാണ്, എന്നാലും ശ്രദ്ധിക്കേ മുത്തനബിയെ വയറ് മാടി കാണിച്ചു. അപ്പൊ ശ്രദ്ധിക്കുന്നവരുടെ പള്ളിയിൽ ഒരു പാറന്റെ കഷ്ണം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, വയറ് നേരെ നിൽക്കാൻ, പട്ടിണിയുണ്ട്. ഫലസ്തീനിലെ കുറെ കുട്ടികൾ അങ്ങനെ നടന്നില്ലേ. ഞാൻ ഈ ഹദീസ് ആദ്യം കണ്ടെന്ന് എന്താ ഇപ്പൊ പട്ടിനോണ്ട് പള്ളമ്മ പാറ വെക്കണമെന്ന് കുറെ ചിന്തിച്ച ആളാ. പിന്നെയാണ് പേപ്പറിൽ ഞാൻ റിപ്പോർട്ട് വെച്ചത്, ഫലസ്തീനിൽ കുറെ ചെറുപ്പക്കാര് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി നടന്നിരുന്നു, പട്ടി തിന്നാൻ കിട്ടായിട്ട്. അപ്പൊ എന്റെ കണ്ണിന്ന് വെള്ളം എടുത്തു. അന്ന് ഈ ഹദീസ് കണ്ടപ്പോ അന്നൊരു സംശയം ഉണ്ടായിരുന്നു, എന്തിനാ അത് പള്ളമ്മ കല്ല് വെക്കണ്, അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടല്ലേ ഉണ്ടാകുക എന്നോട് നമ്മൾ ചിന്തിക്കണേ. പക്ഷെ അല്ല, അറബികൾക്ക് അങ്ങനെ സ്വഭാവം. ശ്രദ്ധിക്കുന്നവര് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട്, അപ്പൊ ശ്രദ്ധിക്കുന്നവരെ കൈ പിടിച്ച്, ഇപ്പൊ രണ്ടാളും പട്ടിണിയാണ്. ഇപ്പൊ രണ്ടാളും പട്ടിണിയല്ല, കൊടും പട്ടിണിയാണ്. കൈ പിടിച്ചിങ്ങനെ പോകുമ്പോ വേറെ ആളിങ്ങനെ നടക്കണം. പോയോക്കി അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ്, ഉമറേ എന്തേപ്പത് പറയാൻ മടിച്ചു. പിന്നെ രണ്ടാൾക്കും മനസ്സിലായി, കാരണം ഈ രണ്ടാളും പട്ടിണിയോട് പുറത്തിറങ്ങിയല്ലേ, അതന്നെ ആയിരിക്കും. എന്നാലും ഉമറേ, മുത്തനബിയെ ഈ ഒരാഴ്ചയായിട്ട് കാര്യമായിട്ടൊന്നും തിന്നിട്ടില്ല. മൂന്നാളും ഇങ്ങനെ നടക്കുമ്പോ അബൂ തല്ലത്തുൽ അൻസാരി ഇത് കാണാണ്. ഓടി വന്ന്, മുത്തനബിയെ എന്തേന്ന് ചോദിച്ചു. അബൂതല്ല, ഞങ്ങള് മൂന്നാളും പട്ടിണിയിലാണ്. അബൂതല്ലിന്റെ കണ്ണങ്ങട്ട് നടന്നു. അബൂതല്ല കുറച്ച് പൈസ ഉള്ള ആളാണ്, പക്ഷെ ദാണ്ടുകൊണ്ടും അറിയില്ല, കാരണം അവരമ്മല് എടങ്ങറ് പറയില്ല. നമ്മളാണ് ഈ എടങ്ങറ് പറഞ്ഞവര്. ഓല് എടങ്ങറാണെങ്കിലും പറയില്ല. തഖ്വന്റെ കാര്യങ്ങളെ ചർച്ച ചെയ്യുള്ളൂ, ദുന്യാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല. അതുകൊണ്ട് ഇതുള്ളത് ആണ്ടും അറിയില്ല, അവിടെ ഉള്ളത് ഇങ്ങോട്ടും അറിയില്ല. മലയാളിമാര് സഹാബാക്കളെ കൂട്ടത്തിലുണ്ട്, ഇത് അറിയണ്ടേ. അബൂതലന്റെ കണ്ണേർ, അബൂതല്ല മൂന്നാളി കൂടി പരീക്കണ്ടുണ്ടായി. ഒട്ടിപ്പിടിച്ച കാലിയായ പള്ളല്ലേ, അതിക്കെല്ലാവർക്കും തോൽപാത്രത്തിൽ വെള്ളം പറഞ്ഞു. ആ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോഴേക്കും ഒരു കൊല്ല ഈത്തപ്പഴം വെട്ടി, അതിൽ പഴുത്തമുണ്ടായിരുന്നു പഴുക്കാത്തുണ്ടായിരുന്നു. അത് റസൂലുള്ളാഹിന്റെ മുമ്പ് കൊണ്ടുവച്ചു. മുത്തനബിയെ ആ പഴുത്ത് നോക്കിയിട്ട് എല്ലാരും കൂടി പറിച്ചെന്നോളി, ഞാൻ ആട്ടുമുട്ടി നടത്തിട്ട് ഭക്ഷണം ഇപ്പൊ കൊണ്ടുവരാൻ. യാ റബ്ബ്, ഈത്തപ്പഴം ഇങ്ങനെ തിന്നുകൊണ്ട് പോ. ഇളയ ആടിനർത്ഥം കൂട്ടാൻ വെച്ചു, പത്തിരിയേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഭക്ഷണം കണ്ടപ്പോ തന്നെ അള്ളാന്റെ റസൂലിന് കണ്ണെന്ന് വെള്ളയിട്ടുണ്ട്.
ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറൊക്കെ റെഡിയായി ഇങ്ങനെ ഇരിക്കുമ്പോ ശ്രദ്ധിക്കുന്നവരോട് പറഞ്ഞു, ഇരിക്കവിടെ നീക്കല്ലേ ഇരിക്കാൻ. ഇതിന് ശുക്രില്ലെങ്കിൽ നാളെ കൊടുങ്ങും അബൂബക്കറെ മുഹമ്മദ് മുസ്തഫ. ആണ് വിഷേദ ശുക്ര. കാലിയായ വയറുമായി ഒന്നുമില്ലാതെ ഒട്ടിപ്പിടിച്ച് വരണ്ടു ഉണങ്ങിയ തൊണ്ടയുമായി കുടലുമായി പുറത്തിറങ്ങിയ നമുക്ക് കേവലം മണിക്കൂറുകളെ കൊണ്ട് വയറ്റിലേക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകിയ അല്ലാഹ്, ഇതിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ നാവും ഹാലും അനുവദിച്ചില്ലെങ്കിൽ ഇതിന്റെ കാരണത്താൽ നാളെ കുടുങ്ങും അബൂബക്കറെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് കണ്ട് കേട്ടപ്പോ ഖത്താബിന്റെ കയ്യില് ഈത്തപ്പഴത്തിന്റെ ഒരു കൊലുണ്ട്. ഇത് കയ്യിൽ നിന്നുണ്ട് വീണു. ഖത്താബ് അണ്ട് മുഖം കുത്തിയിട്ട് മുട്ടുത്തിയുണ്ട്. അവിടെ ആലിമീങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ മുമ്പ് കയ്യുന്നത് എറിയാൻ പാടുണ്ടോ? എറിഞ്ഞു എന്ന് റിപ്പോർട്ട് ഉണ്ട്. അള്ളാഹിന്റെ റസൂലുമെന്ന് ഈത്തപ്പഴത്തിന്റെ കൊല താഴത്തേക്ക് ഇട്ടത് ശരിയായില്ലല്ലോ. ശരിയാണ്. കാരണം ഖത്താബിന് അള്ളാഹിന്റെ റസൂല് മുമ്പിലുണ്ട് എന്ന ചിന്ത പോലുമില്ല. കാരണം ശുക്രില്ലെങ്കിൽ നരകത്ത് പോകുമെന്ന് തലച്ചോറ്റി കണ്ട് തരിച്ചു കയറിയതാണ്. പിന്നെ പൊടുത്തമിട്ട് ചെയ്ത പണിയാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ. അള്ളാഹു നമ്മളെ കണ്ണാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇല്ലായ്മയും വല്ലായ്മയും പറയുന്നതിലപ്പുറം അള്ളാഹ് നമുക്ക് തന്ന നിഅമത്ത് കണ്ടുകൊണ്ട് അതിന് ശുക്ർ ചെയ്താൽ ലൈൻ ശക്കർത്തും ലാസീദന്നക്കും, ലൈൻ ശക്കർത്തും ലാസീദന്നക്കും. എന്താണ് ആ ഭാഷക്ക് അവിടെയൊക്കെ ഞാൻ നഹ്വ് പറഞ്ഞാൽ ലാസീദന്നക്കും ലാമ് തൈക്കീതാണ്, നൂന് തഖീലാന്റെ നൂനാണ്, കട്ടില തൈക്കീതാണ്. ഇത് രണ്ടുകൊണ്ടും ടൈറ്റാക്കിയിട്ടാണ് പറഞ്ഞത്. ശുക്ർ ഉണ്ടെങ്കിൽ നിശ്ചയം നമ്മൾ നൽകിയത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. വൈൻ കഫർത്തും, നന്ദി കേട് ചെയ്താൽ ഇന്ന അദാബ റബ്ബി ലശദീദ്. ഓ, നന്ദി കേടുള്ളവർക്ക് അള്ളാന്റെ ശിക്ഷ അതികഠിനമാണ്. അതാണ് ഖാറൂൻ അനുഭവിച്ചത്. ഈ കഠിന എന്ന് പറയാനാണ് നന്ദികേടിന്റെ വർത്താനം തുടങ്ങിയിട്ട് അള്ള ചാട്ടവർ പ്രഹരം നടത്തിയാൽ ആ സമയത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല. അതും കൂടിയാണ്. ഖാറൂനോട് പറഞ്ഞു, ഭയങ്കര സമ്പത്ത് ഉണ്ടായിരുന്നു, അള്ള എനിക്ക് തന്ന സമ്പത്ത് കൊടുക്കാൻ നോക്കുന്നു പറഞ്ഞു. ഖാറൂന്റെ മറുപടി തരാം, ഇതൊന്നും അള്ള എന്നല്ല, ഇതിന്റെ ട്രിക്ക് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയാണെന്ന്. എന്താ അള്ള? ഇത് അമ്മക്ക് എന്റെ തലച്ചോറുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പൈസ, അതൊന്നിപ്പോ സക്കാത്ത് കൊടുക്കാനൊന്നും ആവില്ല. ഭൂമിന്റെ അടിക്ക് ഇപ്പോഴും താന്നുകൊണ്ടിരിക്ക. ഒരു മനുഷ്യൻ പിടിക്കാണ്ട, ഒരു മനുഷ്യൻ പിടിക്കാണ്ട. ഇപ്പോഴും ഒറ്റ പാതാളത്തേക്ക് പോവാണ്. അന്ന് തുടങ്ങിയതാ, ഒരു മനുഷ്യൻ പിടിക്കാണ്ട. കാരണം ശുക്രില്ലാത്ത ആളുകൾക്ക് അദാബ് തുടങ്ങിയാൽ പിടിക്കാൻ ഒരു മനുഷ്യനെ കിട്ടില്ല. ഇനി ഞാൻ വേറൊന്ന് പറയാം, ഗൾഫുകാരും അല്ലാത്തവരുമായ കുറെ ആളുകൾ അതികഠിനമായ പരീക്ഷണത്തിലാണ്. അവരിൽ പല ആളുകളും ശുക്രിന്റെ വർത്താനം ഇല്ലാത്തവരായി. എല്ലാവരും അങ്ങനെയെന്ന് ഞാൻ പറയില്ല കേട്ടോ, പല ആളുകൾ. പക്ഷെ ഓലെ കൈ പിടിക്കാൻ ഒരാളും ഇന്ന് മലപ്പുറം ജില്ലയിലോ മറ്റു ജില്ലകളിലോ ഇല്ല. എന്നിട്ട് ഇവര് പറയും, ആയുധ കാലത്ത് നല്ലോ നോക്കി ഇന്ന് പഹരൊന്നും ഇപ്പൊ തിരിഞ്ഞു നോക്കണില്ല. കൈ പിടിക്കാറുണ്ടാവില്ല. അതിൽ നല്ലവരുണ്ട്, നല്ലവരുണ്ട് കേട്ടോ. അള്ളാഹു വെറുതെ പരീക്ഷണം കൊടുത്തിട്ട് അങ്ങനെ ആക്കിയവരുണ്ട്. അവർ ശുക്രുള്ളവർ തന്നെ ആയിരുന്നു. അല്ലാത്ത കുറെ ആളുകൾക്ക് അദാബ് വന്നിട്ട് പിടിക്കാൻ ആളില്ലാതെ കുടുംബത്തിൽ ദ്രവിച്ച അവയവങ്ങളുമായി കിടക്കുന്ന ആദ്യകാലത്തെ വലിയ മുതലാളിമാരെ എനിക്ക് പരിചയമുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ലഅല്ലക്കും തശ്കുറൂ, നമ്മൾ ശുക്രിന്റെ ആളുകളാവണം. അള്ളാഹു ബനി ഇസ്രായേലിന് ചെയ്തു കൊടുത്ത നിയമത്തും അവരോട് ശുക്ർ ആവശ്യപ്പെട്ടതും നമ്മളോട് പറയാൻ കാരണം നമുക്കതിൽ പഠിക്കാണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ വിശദാംശമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ശുക്രിന്റെ ആളുകളിൽ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اجعلنا من الشاكرين الذاكرين الصابرين. اللهم اجعلنا من أهل الحق واليقين والتقوى والتوكل والمغفرة والإخلاص والتوبة النصوح والعلم النافع. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. والحمد لله على كل حال ونعوذ بالله من حال أهل النار. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين.
اللهم يسر عسيرنا وسهل امورنا واقض ما في ضمائرنا وأد ديوننا واكشف كروبنا وازل همومنا وطول أعمارنا واشف أمراضنا ربنا. اللهم بارك لنا في جميع أمورنا خصوصا في تعلمنا في تعليمنا في تدريسنا في وعظنا في دعوتنا في تجاراتنا في مالنا في كسبنا وفي أولادنا في جيراننا في حياتنا وعند مماتنا يا رب يا الله. اللهم بارك لنا في البر والبحر وسلمنا من جميع الآفات والبليات والمصيبات وفجية الموت وسائر ما نخاف علينا وعلى هؤلاء الإخوان وعلى من تعلق بنا يا رب العالمين. ربنا اغفر لآبائنا وأمهاتنا ولمن دفنوا حول هذا المسجد وفي هذه البلدة ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.